ആ, സുന്ദരിയായ പെൺകുട്ടി. 5 അടി 4 ഇഞ്ച് പൊക്കം, വെളുത്ത നിറം. ആ, എല്ലാം കൊണ്ടും കൊള്ളാം. അമ്മേ, വീട്ടിലേക്ക് വിളിച്ചുണ്ടെന്ന കുഴപ്പമുണ്ടോ? നീ ഇങ്ങ് വിളിച്ചോണ്ട് പോരെ. ഹായ്, ഹായ്, എന്താ പേര്? ജീന. ജീന, നല്ല പേര്. ഞാൻ ഗോപു. തെറ്റ് ചെയ്യാത്തവരായി ആരുണ്ടെന്ന് പറയുന്ന ഗോപു അല്ലല്ലോ? വലിയ തമാശക്കാരിയാണല്ലോ. ഹേയ്, എന്ത് ചെയ്യുന്നു? ഞാൻ സ്ട്രിപ്പ് ക്ലബിൽ വർക്ക് ചെയ്യുന്നു. ആ, സ്ട്രിപ്പ് ക്ലബോ? മനസ്സിലായില്ലേ? അതന്നെ, താൻ ഉദ്ദേശിച്ച സാധനം തന്നെ. ഇപ്പൊ കിട്ടി. ഓക്കെ, അപ്പൊ ശരി കേട്ടോ. എന്നെ മനസ്സിലായോ? ആ, പിന്നെ തെറ്റിയാത്ത ഗോപു അല്ലേ? ആ, അത് തന്നെ. അല്ല, എന്തിനാ ഈ ജോലി ചെയ്യുന്നത്? ഈ ജോലിക്ക് എന്താ കുഴപ്പം? എന്നാലും തന്നെ പോലൊരു കുട്ടി ഇങ്ങനൊരു ജോലിക്കൊക്കെ പോവാന്ന് വെച്ചാ ഞാൻ അതുകൊണ്ട് ചോദിച്ചാ വേറൊന്നുമല്ല. പിടിച്ചു പറിക്കാനൊന്നും പോകുന്നില്ലല്ലോ. ആ, അത് ശരിയാ. പക്ഷെ നാട്ടിലറിയ ജോലി ചെയ്യുന്നത്? ഇല്ല. അതെന്താ? അല്ല, നാട്ടിൽ അറിയിച്ചടങ്ങുന്ന തനിക്ക് വല്ല നിർബന്ധമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. വേറൊരു ജോബ് വിസയ്ക്കാ വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോ സ്പോൺസർ പറ്റിച്ചു. നല്ല പണി കിട്ടി. പിന്നെ വേറെ വഴിയില്ലാത്തോണ്ട് നല്ല കനത്തിൽ ലോൺ എടുത്തിട്ടാ വന്നേ. ബാങ്കുകാരോട് അത് പറയാൻ പറ്റില്ലല്ലോ. അവർക്കത് പറഞ്ഞാൽ മനസ്സിലാവത്തൂല്ല. എന്നാ ശരി, പോട്ടെ. ശരി, കാണാം. എന്നെ ഞാൻ എടുത്തോളാം. ആ, താൻ പിന്നെ വന്നോ? ഒരു കാര്യം ചോദിക്കട്ടെ? എന്തിയെ? നാട്ടിൽ പോകാൻ പ്ലാനുണ്ടോ? അല്ല, ഞാൻ പോകുന്നുണ്ട്. ആണോ? എന്തെങ്കിലും നാട്ടിൽ കൊണ്ടു കൊടുക്കാനുണ്ടോ? അല്ല, മടിക്കാതെ പറഞ്ഞോ, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. എന്നാ എനിക്കൊരു കൂട്ടം കൊണ്ടുപോകാനുണ്ട്. ആണോ? അത് നാളെ ഞാൻ കൊണ്ടുവന്നു തരാം. അയ്യോ, താനെന്തിനാ ബുദ്ധിമുട്ടുന്നേ? ഞാൻ തന്റെ വീട്ടിൽ വന്ന് വാങ്ങിച്ചോളാം. അത് വേണ്ട, ഞാൻ കൊണ്ടുവന്നു തന്നോളാം. ഓക്കെ. അപ്പൊ നാളെ 10 മണിക്ക് പാർക്കിൽ കാണാം. ഓ, ആയിക്കോട്ടെ. പോട്ടെ. ശരി എന്നാ. വെള്ളം കരക്കി അടുക്കുന്നുണ്ട്. കാത്തിരുന്ന് വയ്യാണ്ടായോ? നിങ്ങളെപ്പോലുള്ള സുന്ദരികളായ പെൺകുട്ടികൾക്ക് വേണ്ടി കാത്തിരിക്കുന്നൊരു സുഖമല്ലേ? അല്പം പഞ്ചസാരയുടെ അസുഖമുണ്ടല്ലേ? ഞങ്ങള് കുടുംബക്കാരായിട്ട് ഷുഗർ പേഷ്യൻസാ. ആണോ? ആ, അത് കണ്ടപ്പോ തോന്നി. ആണോ? ഇത് കുറച്ച് സ്വീറ്റ്സാ. എന്താന്ന്? കുറച്ച് സ്വീറ്റ്സ് ആന്ന്. ഓ. ഇത് ഞാൻ പറയുന്ന അഡ്രസ്സിലൊന്ന് കൊടുത്തേക്കണേ. എന്താ? എവിടെ കൊടുക്കണ്ടേ? ബാലസംഗമം ഓർഫനേജ്. എന്റെ വീട് അവിടെയാ. താനൊരു ഓർഫനാണോ? അതെ. പക്ഷെ കണ്ടാ പറയില്ല. അതെന്താ? ഓർഫനെ കണ്ട വല്ല പ്രത്യേക ലുക്കുണ്ടോ? ഞാനൊന്നും പറഞ്ഞില്ല എന്റെ പൊന്നേ. ആ, കൊണ്ടുപോയി കൊടുത്തേക്കാം. അഡ്രസ് പറയോ? തന്റെ നമ്പർ പറ. ടൈപ്പ് ചെയ്തോ. 9847727547. ഓക്കെ, ഞാൻ വാട്സപ്പ് ചെയ്തേക്കാം. ഓക്കെ. ആ, പിന്നെ അവിടെ ചെല്ലുമ്പോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഫിൽട്ടർ ചെയ്ത് പറഞ്ഞാൽ മതി. ഓക്കെ? മനസ്സിലായി. ഒരു കാര്യം ചോദിച്ചോട്ടെ? തനിക്ക് ഈ സ്ട്രിപ്പ് ക്ലബില് ജോലി നിർത്തിക്കൂടെ? ഉം. അല്ല, അതങ്ങനെ നിർത്തണം തോന്നിയിട്ടുണ്ടോ?
തോന്നിയിട്ട് കാര്യമില്ലല്ലോ, പറ്റി പണി കിട്ടണ്ടേ. പറ്റിയൊരു പണി കിട്ടിയാ താൻ നിർത്തോ? പറ. അല്ല, പറ്റിയ പണിയായിട്ട് എന്നെ കെട്ടിക്കോന്ന് പറയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തനിക്ക് ഭയങ്കര ബുദ്ധിയാണല്ലോ. അതല്ലല്ലോ. അല്ല, ഉം? ഞാൻ ഇവിടെ വിട്ട് പോവാ. ഇനി റിട്ടേൺ ഇല്ല. ഇതെന്റെ ബോസിന്റെ കാർഡാ. ഇത്രയും കാലം ഞാൻ ഇവിടെയാ ജോലി ചെയ്തത്. തന്റെ കാര്യം ഞാൻ ബോസിനോട് പറഞ്ഞിട്ടുണ്ട്. പുള്ളി ചെന്ന് കണ്ടാൽ മതി. ഞാനവിടെ സെയിൽസിലായിരുന്നു. എന്റെ പണി ഞാൻ തനിക്ക് അവിടെ മാറ്റിവെക്കാൻ പറഞ്ഞിട്ടുണ്ട്. പോട്ടെ. അപ്പൊ കാണാം. എന്ത് ചെയ്യണമെന്നറിയാതെ നിലയിലെ കയത്തിൽ നിൽക്കുമ്പോഴും നമ്മളെ ചിലര് അത്ഭുതപ്പെടുത്തും. കാരണം ജീവിതം പലപ്പോഴും ആകസ്മികമാണ്. നമുക്കൊന്നും അല്ലാതിരുന്ന പലരും കൈ പിടിച്ചുയർത്തുന്നതാണ് പലപ്പോഴും നമ്മുടെ ജീവനും ജീവിതവും. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 94 പ്ലേ ഹൗസ് ആണ്. സോ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ.